അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു വണ്ടിയുടെ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ആദ്യമേ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ ടയർ നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലെ ടയറും ഏകദേശം ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നിലനിൽക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ 2 ടയറിൻ്റെ സെറ്റായിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഞാനിത് കറക്റ്റായിട്ട് നോക്കി അറിയാം. കണ്ട ഇത് ഇവിടെയാണ് പൊട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൽ 2 ടയറാണ് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് മാറ്റണം. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ചധികം മെയിൻ്റനൻസ് ചെയ്യാറായിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി ഒന്ന് ക്ലീൻ ചെയ്യാറുള്ളതാണ്, പക്ഷേ എന്നാലും നമുക്ക് ചെറിയ മെയിൻ്റനൻസുകൾ ചെയ്യാനുണ്ട്. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റുമെന്ന് അറിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇത് കണ്ടോ ഷോക്ക് ടവർ അത് ചെറുതായിട്ടൊന്ന് അകത്തേക്കൊന്ന് ബെൻഡായിട്ടുണ്ട്. ബാക്കിലും ചെറിയ രീതിയിലൊരു ബെൻഡേ ഉള്ളൂ, പക്ഷേ ഫ്രണ്ടിലാണ് എനിക്ക് തോന്നുന്നത് നല്ലപോലെ ബെൻഡായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഇടാൻ നേരത്തെ ഒരു ഇത്തിരി ടൈറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിൾ ഒരു ഇത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ചൊന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ടയർ പുതിയത് ഞാൻ പറഞ്ഞത് തന്നെ മേടിച്ചിട്ടുണ്ട്. 2 സെറ്റായിട്ട് ZD റേസിങ്ങിൻ്റെ തന്നെ സാധനമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് പല സൈറ്റുകളിൽ നിന്നൊക്കെ ആയിട്ട് മേടിക്കാൻ വേണ്ടി പറ്റും. മോഡൽ നെയിം വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും, മാനുവലിൻ്റെ അകത്ത് ഉണ്ടാവും പാർട്സ് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് ടയറിൻ്റെ മോഡൽ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ ഇത് പല പ്രൈസ് വരും. എന്തായാലും ഒരു റഫ്ലി ഒരു നമ്മൾ പുറത്തുനിന്ന് ചൈനയിൽ നിന്ന് എടുക്കുന്ന ഡയറക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1500 റേഞ്ചിൽ നമുക്ക് 2 ടയർ കിട്ടും. കുഴപ്പമില്ല, ടയറിൻ്റെ യൂസ് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ വണ്ടി ഭയങ്കര എന്താ പറയുക പെർഫോമൻസ്, നല്ല പവർ കൂടിക്കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഇത് പറ്റിയത്. ഞാൻ ഫുൾ ത്രോട്ടിലൊന്ന് പഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ ടയർ നിന്നില്ല. 2 ടയർ ഒന്നിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത്രയും പവർ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫുള്ളൊന്ന് അഴിക്കുക. ഫുൾ അഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ടവർ ഒന്ന് അഴിക്കണം. എന്തായാലും മെയിനിൽ എനിക്ക് അതഴിക്കണം. ഇതുപോലെ ടയർ അഴിക്കണം, ടയർ റീപ്ലേസ് ചെയ്യണം, ഈ ബെൻഡ് ഒന്ന് നേരെയാക്കി എടുക്കണം. അതാണ് മെയിൻ പണി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ടയറൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡാമേജ് ആയ 2 ടയർ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടയറിൻ്റെ ഔട്ടർ ഷെല്ലും ഈ ഫോമുമായിട്ട് നമുക്ക് നാളെ മേടിക്കാൻ വേണ്ടി കിട്ടും. ഇബേയിലൊക്കെ ഏകദേശം ഒരു 1600 1800 ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ മേടിച്ചാലും നമ്മൾ ഇതിൽ നിന്ന് ഫുൾ അഴിച്ചെടുത്ത് രണ്ടാമത് ഗ്ലൂ ചെയ്യണം ഈ വീലിൻ്റെ ഇതിനകത്തേക്ക്. അതൊരു ഇത്തിരി പണിയാണ്. ഈ സാധനത്തിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ഗ്ലൂ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഗ്ലൂ ചിലപ്പോൾ സെറ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെറ്റായിട്ട് തന്നെ മേടിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ പണി വരില്ല, കുറച്ച് പണി കുറഞ്ഞ് കിട്ടും. നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് റേറ്റ് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇനി ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഷോക്ക് ടവേഴ്സ് നമുക്ക് അഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിടാം. ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനം അഴിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ അഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോ സാധനം അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ എവിടേക്കാണ് ഉള്ളത് എന്നുള്ളത്. സ്ക്രൂസ് അഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം മാറ്റി വെക്കാം. ഓരോ സാധനങ്ങളായിരിക്കും. ഇപ്പോൾ ടയറിൻ്റെ ഇത് അഴിക്കുമ്പോൾ ഒരു സൈഡിൽ വെക്കാം, വേറെ ഇപ്പോൾ ഈ ഷോക്ക് ടവർ ഫ്രണ്ടിലെ ഷോക്ക് ടവറിൻ്റെ സ്ക്രൂസ് അഴിക്കുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കാം, ബാക്കിലഴിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചധികം പണിയെടുത്തിട്ട് ഇതിനകത്ത് ഊരിയിട്ടുണ്ട്. ഇപ്പോൾ അതേ ബാക്കിൽ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്, ഷോക്ക് ടവർ ഊരിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഊരാൻ നേരത്ത് നമുക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് പോയിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഇവിടെ നിന്ന് പിടിപ്പിക്കണം. ഈ റിസർവ് ബോക്സിൽ നിന്ന് ലൈറ്റിൻ്റെ ഇത് ഊരിയെടുത്തിട്ട് വേണം നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് വല്ല തുണിയോ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടിട്ടൊന്ന് ഇത് ഹാമർ ചെയ്ത് റെഡിയാക്കാം. ഞാൻ വിചാരിച്ച പോലെ ഫ്രണ്ട് അത്ര വലിയ കുഴപ്പമില്ല. ഇത് തോന്നുന്നു ബാക്കിലാണ് ചെറിയൊരു വളവുള്ളത്. പ്രത്യേകിച്ച് ഇത് ഈ ഒരു പാർട്ടുണ്ടോ, ഇവിടെയാണ് ശരിക്കൊരു നല്ലൊരു വളവ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗം വന്നത് 2ഉം 1.5ഉം ആണ്. പിന്നെ ഷോക്ക് ടവറിൻ്റെ ഇതിന് വേണ്ടി മാത്രം നമുക്ക് 2.5 വേണ്ടി വന്നു, നമ്മുടെ ഹെക്സ്. ഓക്കെ, അപ്പോൾ അതാണ് വേണ്ടി വന്നത്. ഷോക്ക് ടവറിന് വേണ്ടി മാത്രമേ വന്നുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മളിത് സ്ക്രൂസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ബാക്കിൽ, ഇതെല്ലാം ഫ്രണ്ടിൽ. ഇത് നമുക്ക് മാറ്റാനുള്ള ടയേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് ഇത് അഴിക്കുക. ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ 2mm തന്നെയാണ്. ഈ 3 സ്ക്രൂ 2mm ആണ്. ഈ 3 സ്ക്രൂസ് അഴിക്കുക, എന്നിട്ട് ആ വയർ പിടിപ്പിക്കുക, ലൈറ്റിൻ്റെ വയർ പിടിപ്പിക്കുക, എന്നിട്ട് ഇത് ഊരിയെടുക്കുക. അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ 2 ഇതും ഷോക്ക് ടവറിനെ എടുത്ത് മാക്സിമം നമുക്ക് നേരെയാക്കാവുന്ന എത്ര നമ്മൾ നേരെയാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ക്ലിയർ ആയി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, എന്നാലും ഒരുവിധം വളവൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചിങ്ങോട്ട് മൗണ്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഫ്രണ്ട് മൗണ്ട് ചെയ്യാം കറക്റ്റായിട്ട്. ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം വെച്ചിട്ട് വേണ്ട സ്ക്രൂസ് ആദ്യം ഇടുക. അതിനുശേഷം നമുക്ക് ഈ വയർ ഓടിക്കാനുണ്ട് തിരിച്ച് ഇതിനകത്ത് കൂടെ. അതിനുശേഷം ഫ്രണ്ട് ബമ്പറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഷോക്ക് ടവറും വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് ടവർ എല്ലാം വെച്ചിട്ട് വേണമെങ്കിൽ ഫ്രണ്ട് ബമ്പറും വെക്കാം. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിലെ ഷോക്ക് ടവർ ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ബമ്പർ ഇപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമ്മുടെ ഷോക്ക് ടവർ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ബോഡിയുടെ പോസ്റ്റും കൂടെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് അറിയാം. ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിക്കാം. എന്താ നമ്മൾ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് പോയി അറിയാൻ വേണ്ടി പറ്റും ഈ വണ്ടി വെച്ചെടുത്തുണ്ട് എന്തോരം പൊടിയും കാര്യങ്ങളും ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു പൊടി ഉണ്ടായി. അപ്പോൾ നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്
നമ്മുടെ WD-40 ആണ്. WD-40 നമ്മൾ ഡയറക്റ്റ് എല്ലായിടത്തേക്കും അടിക്കാറില്ല, ചിലയിടത്തൊക്കെ അടിക്കും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ നമുക്ക് ബെയറിംഗ് ഉണ്ട് ഈ സാധനത്തിൻ്റെയൊക്കെ അകത്ത് കണ്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അടിക്കുക, അവിടെയൊക്കെ ചിലപ്പോൾ ചെളി അല്ലെങ്കിൽ എന്തെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ 2 സൈഡും അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഈ ബാക്കിൽ ഡോഗ് ബോണാണ് 2 സൈഡിലുള്ളത്. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കണതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഷോക്ക് ടവറും കൂടെ ഫിറ്റ് ചെയ്ത് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കിലെ ബമ്പറും സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ WD-40 തന്നെ ബാക്കി കിടന്നിട്ട് പോയിട്ടില്ല, റെസിഡ് കിടന്നിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക് പാർട്ടിലേക്ക് മെയിനായിട്ട് WD-40 അധികം അടിക്കരുതെന്നാണ് പറയുന്നത്. വെറുതെ തുണിയിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുണിയിലേക്ക് സ്പ്രേ ചെയ്തിട്ട് അത് വെച്ചിട്ട് തുടക്കേ ചെയ്യാറുള്ളൂ. പ്ലാസ്റ്റിക് പാർട്ടിൽ മെറ്റൽ പാർട്സിൽ എന്തെങ്കിലും മറ്റേ മൂവ്മെൻറ്റ് വരുന്ന ബെയറിങ് അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെറുതായിട്ടൊന്ന് അടിക്കാറുണ്ട്. അപ്പോൾ അത്ര നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളത്തിനേക്കാളും കൂടുതൽ നല്ലത് ഞാൻ പ്രിഫർ ചെയ്യുന്ന WD-40 ആണ്. ഒരുപാട് അടിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വല്ല തുണിയിലോ വല്ല അടിച്ചിട്ട് എത്താവുന്ന ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ബ്രഷ് വെച്ചൊന്ന്, അതും കൈ എത്താത്ത ഭാഗമുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ചൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി. വെള്ളത്തിൽ മാക്സിമം ഓടിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക, അതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. വെള്ളം കൂടുതൽ തൊടിക്കരുത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബോഡി നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു മിനിക്കൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ ബോഡിയുടെ കേസിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ബോഡിയും ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയാം. അല്ലാതെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട്. ഈ ഒരു ഭാഗത്തുണ്ട്, ഈ വിരലോടുന്ന ഭാഗത്ത് അവിടെ ഒരു ക്രാക്ക് ഉണ്ട്. അതുപോലെ തന്നെ സെയിം ഡേ ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലും കറക്റ്റ് ആ ഒരു ഭാഗത്തായിട്ടാണ് ക്രാക്ക് വരുന്നത്. അത് ഈ ബോഡി ഫ്ലെക്സ് ആകുമ്പോൾ വരുന്ന ഒരു ഇഷ്യൂ ആണ്. അവിടെയായിട്ടാണ് കണ്ട കറക്റ്റ് ഈ ഫ്ലെക്സിങ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ബോഡിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ഇതിലേക്ക് കൊടുക്കാം. തൽക്കാലം ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കാര്യം ഇത് നമ്മൾ ബാഷർ ബോഡി ആയിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ 2 വീലെടുത്ത് മാറ്റിയിട്ട് നമുക്ക് വേറെ പുതിയ വീൽസ് എടുക്കണം. ഇതാണ് നമ്മുടെ വീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതിനകത്തേക്ക് തന്നെ കയറാം. ഓക്കെ, പുതിയ വീൽസും പഴയ വീൽസും എക്സാക്ട്ലി സെയിം സൈസ് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പുതിയ വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. ഓൾറെഡി ഗ്ലൂഡാണ്. ഞാൻ വിചാരിച്ച ഗ്ലൂഡ് ആയിരിക്കില്ലെന്നാണ്. ഗ്ലൂഡാണ് സാധനം. ഇത് നോക്കട്ടെ. അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. സൈസ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ വേണ്ട, കറക്റ്റ് സൈസാണ്. ത്രെഡൊക്കെ കറക്റ്റ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ ഫ്രണ്ടിലിടാമെന്ന് വിചാരിക്കുന്നത്. ഇത് ബാക്കിൽ തന്നെ എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടിയിൽ ടയേഴ്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും. ഫ്രണ്ടിലുള്ളതാണ് പുതിയത്, ബാക്കിലുള്ളതാണ് പഴയത്. ബാക്കിയുള്ളത് നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്താലും ഈ ഒരു ലെവലിൽ തന്നെ വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. പിന്നെ അതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ലിപ്പർ ക്ലച്ചിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അത് മൈൻഡ് ചെയ്യേണ്ട. അത് ഓൾറെഡി വണ്ടിയിൽ ഒരു ഗ്രൈൻഡിങ് നോയ്സ് ഉണ്ടാവും, നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, അത് വലിയ സംഭവമല്ല. അപ്പോൾ ബാക്കിയുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ WD-40 നമ്മളൊരു ബ്രഷിലേക്ക് അടിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് എത്തിക്കാൻ പറ്റാത്ത, തുണി കൊണ്ടൊന്നും എത്താൻ പറ്റാത്ത ഏരിയയിലേക്ക് നമ്മൾ അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് അടിച്ചില്ല, കുറച്ച് അടിച്ചോളൂ, അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്യാവുന്നത്രയും ക്ലീൻ ചെയ്ത് ഈ പാടൊന്നും പോകുന്നില്ല എന്ത് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബാറ്ററിയൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് ഓടിച്ചും കൂടെ കാണിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഓക്കെ, അതിപ്പോൾ നമ്മുടെ വണ്ടിയെ ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ബാറ്ററിയൊക്കെ ഇട്ട് ഓടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവറുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് 75%-ലാണ്. അത് നമ്മൾ 100% ഇട്ടിട്ട് ഫുൾ ത്രോട്ടിലൊന്ന് കൊടുത്തപ്പോൾ ആ ടയർ പൊട്ടിപ്പോയത്, ഫ്രണ്ടിൽ 2 ടയർ പൊട്ടിപ്പോയത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ തന്നെയാണ്. സാധനിപ്പം പകുതി ത്രോട്ടിൽ കൊടുത്തിട്ടുള്ളൂ. കാര്യം ഇവിടെ നമുക്ക് ഫുൾ ത്രോട്ടിൽ കൊടുക്കാൻ സ്ഥലം കിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഫുള്ളൊന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയുള്ള നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പവർ നല്ലപോലെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടി നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി പറ്റും. എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും. സ്പീഡ് കുറച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റും. 100% ഓടിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല സീരിയസ്ലി. ഇച്ചിരി നല്ല പണിയാണ് സാധനം. നോക്കി കണ്ട് ഓടിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെ ടയർ പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള കേസുകളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ
ഫുൾ സ്പീഡിലൊക്കെ ഈ വണ്ടിയൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഡാമേജ് വരും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക MG-Xൻ്റെ ഹൈപ്പർ സീരീസിൽ വരുന്ന വണ്ടിയാണ്. 1/16 സ്കെയിൽ ഇതുപോലെ തന്നെ സെയിം ഒരു മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്, 16208 ആണെന്ന് തോന്നുന്നു. ആ മോഡൽ നമ്പർ കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ZD റേസിങ്ങിൻ്റെ MT-16. നമ്മുടെ പുതിയ ടയേഴ്സൊക്കെ ഇപ്പോൾ ബാക്കിലെയും ഫ്രണ്ടിലെയും ടയേഴ്സ് ഒരുപോലെ തന്നെ ആയിട്ടുണ്ട് കളറ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.